ഇടതു നിരീക്ഷകൻ കൂടി നമുക്കൊപ്പമുണ്ട്. ശ്രീ റെജി ലൂക്കോസ്, ഒരുപക്ഷെ CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരാനിരിക്കെ ഇത്ര ആകാംക്ഷ ഉയർത്തിയ ഒരു ഘട്ടം ഈ സമീപകാലത്ത് ഉണ്ടായിട്ടുണ്ടാവില്ല. കാരണം കഴിഞ്ഞ തവണത്തെ ഒരു വലിയ പരാജയത്തിന് ശേഷം മുൻനിര നേതാക്കളൊക്കെ കളത്തിലിറക്കിക്കൊണ്ട്, കാരണം സിറ്റിംഗ് എംപിമാർ അവരെ പരിഗണിക്കണമെന്ന ഒരു പ്രശ്നം ഇത്തവണ വരുന്നില്ല. ആലപ്പുഴ മാറ്റി നിർത്തിയാൽ മറ്റിടങ്ങളിലൊന്നും ആ ഒരു പ്രശ്നം വരുന്നില്ല. അതുകൊണ്ട് CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ പൊതുജനങ്ങൾക്കുണ്ടാകുന്ന ഒരു സസ്പെൻസും ഒരു ആകാംക്ഷയുമുണ്ട്. അത് നിലനിർത്തുന്ന ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് കരുതുമോ? ഞാൻ സൂചിപ്പിക്കുന്നത് KK ശൈലജ, തോമസ് ഐസക്, ജി സുധാകരൻ പോലെ ഇങ്ങനെ പുറത്ത് ചർച്ചയാവുന്ന ചില പേരുകളുടെ പരിഗണന ആ പട്ടികയിൽ ഉണ്ടാകുമോ? അങ്ങനെ കരുതാമോ? അല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് LDF-നെ സംബന്ധിച്ചോളം, പ്രത്യേകിച്ച് CPM-നെ സംബന്ധിച്ചോളം കാലങ്ങളായി സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിന് ഒരു പാറ്റേണുണ്ട്. പാർട്ടി അത് ജനങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വിജയസാധ്യതയുള്ള പിന്നെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾക്കൊന്നും വിധേയരാകാത്ത സ്ഥാനാർത്ഥികളെ നിർത്തുക എന്നുള്ളതാണ് പതിവ് രീതി. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നും നമ്മളൊന്നും പ്രതീക്ഷിക്കേണ്ട. മുൻകൂട്ടിയുള്ള ഒരു പ്രവചനത്തിനും CPM-ന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റുമായിട്ട് ഒരു ബന്ധവുമില്ല. അപ്രതീക്ഷിതമായിട്ട് ചില സ്ഥാനാർത്ഥികൾ കടന്നു വരാം. അല്ല, അത് ഞാൻ സമ്മതിക്കുന്നു. അത് CPM-ന്റെ പൊതു രീതിയാണ്, അതിലൊന്നും തർക്കമില്ല. അതിനപ്പുറം എൻ്റെ ഒരു പൊതു ചോദ്യം, എല്ലാവർക്കും ആകാംക്ഷ വരുന്ന, താങ്കൾക്കും ഒരു പക്ഷേ അത് എന്താണെന്ന് നേരത്തെ അറിയാൻ ഒരു ആഗ്രഹം ഉണ്ടാവും. അതായത് മുൻനിര നേതാക്കൾ അല്ലെങ്കിൽ വിജയസാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ കളത്തിൽ ഇത്തവണ ഇറങ്ങേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം ഇടതുമുന്നണിയെ സംബന്ധിച്ച്, CPM-നെ സംബന്ധിച്ച് സംസ്ഥാനത്തില്ലേ? അല്ല, CPM-നെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ സാഹചര്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം കഴിഞ്ഞ തവണ കോൺഗ്രസ് നേടിയ ഒരു വലിയ മുന്നേറ്റമുണ്ട്, 19 സീറ്റ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന് രാഹുൽ ഗാന്ധിയുടെ വരവ്, പ്രധാനമന്ത്രിയാകും അദ്ദേഹം എന്നുള്ള ഒരു പ്രചരണം. രണ്ടാമത്തെ വസ്തുത എന്ന് പറയുന്നത് അന്നത്തെ ചില രാഷ്ട്രീയ സാഹചര്യങ്ങളിലോടുകൂടി നമ്മൾ അപ്രതീക്ഷിതമായിട്ടുള്ള പരാജയത്തിലേക്ക് മാറി. പിന്നെ ആലപ്പുഴ മാത്രമേ LDF വിജയിച്ചിട്ടുള്ളൂ. പക്ഷെ ആ ഒരു സാഹചര്യം 1% പോലും ഇത്തവണയില്ല. രാഹുൽ ഗാന്ധി ഇനി വയനാട്ടിൽ മത്സരിച്ചാൽ പോലും ഒരു തരത്തിൽ പോലും ആ ഒരു പിന്നെ എന്താ പറയുക അനുകൂലമായ സാഹചര്യം UDF-ന് ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകർക്കും വളരെ വ്യക്തമാണത്. അപ്പൊ അതുകൊണ്ട് കേരളത്തില് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ കോൺഗ്രസിന്റെ പിന്നെ BJP-യോടുള്ള ഒരു മൃദു സമീപനം എല്ലാം കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തന്നെയെല്ലാം മുൻനിര നേതാക്കൾ കേരളം ഒഴികെയുള്ള ദേശീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന്റെ ഏതാണ്ട് മിക്കവാറും പിന്നെ മുൻനിര നേതാക്കളിൽ അപ്രതീക്ഷിതമായിട്ട് തന്നെ BJP-യിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കേരളത്തിലെ ജനങ്ങൾ പിന്നെ കോൺഗ്രസിന് എന്തിനാണ് വോട്ട് നൽകുന്നത്? കോൺഗ്രസ് നൽകുന്ന ഓരോ വോട്ടും അത് BJP-ക്കുള്ളതാണെന്നുള്ള ഒരു വലിയ ഒരു മാനസികാവസ്ഥ കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് CPM-നെ സംബന്ധിച്ചോളം LDF-നെ സംബന്ധിച്ചോളം വളരെ അനുകൂലമായ സാഹചര്യമാണ്. താങ്കൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി മുതിർന്ന നേതാക്കൾ മത്സരിക്കാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് ഒരുപക്ഷെ അതിനുള്ള സാധ്യത കാണും. കാരണം ജനപ്രിയരായിട്ടുള്ള അത്തരം നേതാക്കള് ജനങ്ങളെ നേരിടാനായിട്ട് മത്സരത്തിലേക്ക് ഇറങ്ങുന്നതിന് എന്താ തെറ്റിരിക്കുന്നത്? ഇപ്പൊ നേരത്തെ ഇവിടെ എന്നോട് ചോദിച്ച തോമസ് ഐസക്, KK ശൈലജ ടീച്ചർ, അങ്ങനെയുള്ളവരെ കുറിച്ച് ഒരു ചോദ്യം എന്നോട് ആദ്യത്തെ ചോദ്യം ചോദിച്ചു. അവരൊക്കെ മത്സര രംഗത്തേക്ക് ഇറങ്ങിയാൽ അത്ഭുതപ്പെടാറൊന്നുമില്ല. കാരണം അവരുടെയൊക്കെ ജനകീയ അടിത്തറ വിശ്വസ്തരായിട്ടുള്ള ജനനേതാക്കളാണ്. അപ്പൊ അതിനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ ഒന്നും നമുക്ക് മുൻകൂട്ടി നിശ്ചയിക്കാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും.